ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ സദാശിവസംഭാരംഭ ശങ്കരാചാര്യ അദ്യപര്യന്തം അസ്മദാചാര്യന്തം വന്ദേ ഗുരുപുരം ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ ഗംഗണവേ സംസരസേവ ആഞ്ജനേയ സ്വാമിക്ക് ജി ഹനുമാൻ സ്വാമിക്ക് ആഞ്ജനേയ മഹാബലായ ആഞ്ജനേയ സ്വാമിക്ക് ജി നാരായണ നാരായണ ഹരേ രാമ രാമ ഹരേ ഹരേ കൂജന്തം രാമേതി മധുരം മധുരാക്ഷമാരോഹ്യ കവിശാഖാം വന്ദേ വാൽമീകി കൗകുലം സാനന്ദ സകല പ്രബോധം സാനന്ദരൂപ സകല ആനന്ദവാനാമൃത പാരിജാതം മാനുഷ്യവൽമേശ്വരി വിസ്വരൂപം പ്രണോമി സുഞ്ചത്തിരുമാചാര്യവാദം നാരായണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ സീതാഭിരാമ ജയ ശ്രീരാമ ശ്രീലോകാഭിരാമ ജയ ശ്രീരാമ രാവണാന്തക രാമ ശ്രീരാമമോഹൃതിരമതാം രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. കൈകേയി വരപ്രാർത്ഥനം. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്ര അഭ്യുദയം നിമിത്തമായി മന്ദപ്രതീതികളോടും പറഞ്ഞുകൊണ്ടന്തപുരമുഖം മുക്കുരളിയിൽ അന്നേരമാൽപപ്രിയതമയാകിയ തന്നെ പത്നിയെ കാണായ കാരണം എത്രയും വിഹുലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ച ദിദൃശ്യം മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധം മന്ദസ്മിതം ചെയ്തിരികെ വരും പുരാ സുന്ദരിയാമവളിന്നെങ്ങു പോയിനാൽ മന്ദമാകുന്നിന്മേഷ മാനസേ ചൊല്ലിയിടുവിൻ ദാസികളെ ഭവൽ സാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിനാൽ ഏവം നരപതി ചോദിച്ച നേരത്തു ദേവ്യതന്നാളികളും പറഞ്ഞിടുവാൻ ക്രോധാലയം പ്രവേശിച്ചതി മൂലം മേതുമറിഞ്ഞില്ല ഞങ്ങളോ മന്നവാ തത്ര തകുത്വാനെന്തിരുവടി ദേവിതൻ ചിത്തമനുസരിച്ചിട വൈകാതെന്നത് കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം മന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലെന്തിനു വല്ലഭേ നാദേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞതാങ്ക ആതങ്കമോട് കിടക്കും എന്തു നീ ചേതോ വിമോഹനരൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്നോട് ചൊൽക്കെടോ മൽപ്രജാവൃന്ദമായുള്ളവരോരു വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ നാരികളോ നരന്മാരോ ഭവതിയോടൊരു വിപ്രിയം ചെയ്തതു വല്ലഭേ ദണ്ഡമെന്നാകിലും വദ്യനെന്നാകിലും ദണ്ഡമെന്നെനിക്കതിനെ നിരൂപിച്ചാൽ നിർദ്ധനെന്നതേയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വയ്പ്പവനെ ഞാൻ അർത്ഥവാനേറ്റമനിഷ്ടം നിനക്കെങ്കിൽ നിർദ്ധനാക്കുമവനെ ഞാൻ വദ്യനെന്നു വദ്യനാക്കിയിടാൻ അവദ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം മാന്യ ഖേദിപ്പതിനെന്തു കാരണം പ്രാണനേക്കാൾ പ്രിയതമനാകുന്നത് ഇപ്പോൾ എനിക്കും പുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ അങ്കനാരത്നമേ ചെയ്തവൻ തവ ഹിതമിങ്ങനെ ഖേദിപ്പായകമാം വല്ലഭേ. ഇത്തം ദശരഥൻ കൈകേയി തന്നോട് സത്യം പറഞ്ഞത് കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരം തുടച്ചു താനവും ചെയ്തു മന്നവൻ തന്നോട് മന്ദമുരുൾ ചെയ്താൾ സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞു നേരമെങ്കിൽ എന്നുടെ പത്യമായുള്ളതിനെ പറഞ്ഞിടുവാൻ വ്യർത്ഥമാക്കിയിട സത്യത്തെ മന്നവ. എങ്കിലോ പണ്ട് സുരാസുരയോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ നൽകി തരികെന്നു ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു ഭവാലങ്കതു 2 ഇച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നതിലൊന്ന് രാജ്യാഭിഷേകം ഭവാൻ എന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേത് രാമൻ വനവാസത്തെ ഇന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭൂപതി വീരഞ്ജടാവൽക്കലം പൂണ്ട താപസവേഷം ധരിച്ചു വനാന്തരെ കാലം 14 വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം രാമനുഷസി വനത്തിന് പോകണം എന്നിവ 2 വരങ്ങളും നൽകുകിലിന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റദ്രിപതിച്ച പോലെ പുവി സജ്വര ചേതസാ വീണത് ഭൂവനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തെ കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ ദുസ്സഹ വാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്ത കാൺകയോ ജ്ഞാനിക ചിത്തഭ്രമം ബലാലുണ്ടാകിയോ മമ
മൃത്യുസമയമുപസ്ഥിതമാകയോ കിം കിമേതൽകൃതം ശങ്കരദൈവമേ പങ്കജലോചന ഹാ പരബ്രഹ്മമേ. വ്യാഘ്രിയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്ത് വീർത്തോർത്തമര ചെയ്തു. എന്തി വണ്ണം പറയുന്നത് ഭദ്രേ നീ, എന്തു നിന്നോട് പിഴച്ചു രാഘവൻ? മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിന് എന്തു കാരണം? എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ച മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നത് തോന്നുവാൻ എന്തൊരു കാരണം? നിന്നുടെ പുത്രരാജ്യം തരാമല്ലോ, ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ? രാമനാലേതും ഭയം നിനക്കുണ്ടാകാമൂമീപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാൽ. ഭ്രാന്തനെന്നാകെയോ ഭൂമീപതേ ഭവാൻ ഭ്രാന്തി വാക്യങ്ങൾ ചൊല്ലുന്നതിങ്ങനെ. ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൽ. പങ്കജനേത്രന രാമനുഷസ്സിനു ശങ്കാവിഹീനം വനത്തിന് പോകായിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ. മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം, സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർക്കത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥാ മിഥ്യയാക്കിയിടലോ. കൈകേയി തന്നെ നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നായി സന്താപമോടു മോഹിച്ചു വീണീടിനാൽ. പിന്നെയുണർന്നിരുന്നു കിടന്നും മകൻ തന്നെ ഓർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമ രാമേതി രാമേതി പ്രലാപേന യാമിനി പോയത് വത്സരതുല്യായി. ചെന്നാരരുണോണയത്തിന് സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യസ്തുതി ജയശബ്ദേന സംഗീതഭേദങ്ങൾ എന്നിവയെക്കൊണ്ടും പള്ളിക്കുറപ്പുണർത്തിയിടിനാരന്നേരമുള്ളിലുണ്ടായ കോപേന കൈകേയും ക്ഷിപ്രമവരെ നിവാരണം ചെയ്താൾ. വിഭ്രമം കൈകൊണ്ടു നിന്നാരവളുകളും. അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിവാൽമാരും ഭൂമിസ്പൃശോ വൃഷാദിജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദങ്ങളും ശോഭ തേടുന്ന വെൺകൊറ്റ കുടത ചാമരം താലവൃന്ദം കൊടിതോരണം ചാമീകരാഭരണാധ്യാരവും വാരണാവാജീരഥങ്ങൾ പാതതയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നാജുല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാ. സ്ത്രീ ബാലവൃദ്ധാവനി പുരവാസികളബ്ദ കൗതൂഹലാബ്ധി നമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസെ ചീർത്ത പരമാനന്ദത്തോട് മേവിനാർ. നമ്മുടെ ജീവനാം രാമകുമാരനെ രത്നകിരീടമണിഞ്ഞതി രമ്യമകരായുധ മാണിക്യ കുണ്ടല സമുഗ്ധ ശോഭിത കണ്ട സ്ഥലങ്ങളും പുണ്ടരീകക്ഷത ലോചനഭംഗിയും പുണ്ടരീകാരാദി മണ്ഡലതുണ്ടവും ചന്ദ്രികാ സുന്ദര മന്ദസ്മിതാഭയും കുന്തമുകുള സമാന ദന്തങ്ങളും ബന്ധൂകസൂന സമാന അധരശോഭയും കന്ദരരാജ കൗസ്തുഭാരത്നവും ബന്ധൂരാപം തിരുമാറുതരവും സന്ധ്യാപരസന്യം പീതാംബരാഭയും പൂഞ്ചോലമീതെ വിളങ്ങുമിന്നിയിടുന്ന കാഞ്ചന കാഞ്ചികളും തനുമദ്യവും കുംഭീകുലോത്തമൻ തുമ്പിക്കരം കണ്ട് കുമ്പിട്ട് കൂപ്പിയിടു മൂരുകാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിവജ്ജാനോ മമ്പോജപാണനിഷങ്കാവജങ്കയും കമ്പങ്ങളർന്നു കമടപ്രവനും കുമ്പിടുന്നാച്ചു പുറവടി ശോഭയും അമ്പോജതുല്യമാം അങ്കൃതലങ്ങളും ജമ്പാരത്നം തൊഴും തിരുമേനിയും ഹാര കടക വലയ അങ്കുലിയാദി ചാരുതരാഭരണാവലിയും പൂണ്ടുവാരണ വീരൻ കഴുത്തിൽ നിറത്തോടു കൗരാതപത്രം ധരിച്ചിടുകേ നിജലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മീ നിവാസനാം രാമചന്ദ്രൻ മുതാ കാണായി വരുന്നു നമുക്കിനി എന്നിതം മാനസതാരിൽ കൊതിച്ചു നമുക്കെല്ലാം. ശോണീവതി സുതയാകിയ രാമനെ കാണായി വരും പ്രഭാതേ ബദ നിർണയം. രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു
ചീർത്ത വിഷാദമോടൽസുഖ്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു പാർത്താനന്ദ പൂർണ്ണാമൃതാബ്ദിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിയിടിനാൽ പുരവാസികളാദരാൽ. അഭിഷേക വിഘ്നം അന്നേരമാദ്യത്തിലുദിച്ചീടിനാൽ മന്നവൻ പള്ളിക്കുറപ്പ് ഉണർന്നേലെന്നും. എന്തൊരു മൂലമിതെന്നു മാനത്തെ ചിന്തിച്ചു മന്ദം മന്ദന്തതാ മന്ദപ്പരനാകുന്ന സുമന്ത്രമന്ദപ്പരമകം പുക്കാനതിദ്രുതം രാജീവ വിത്തഗോത്രോത്ഭുത ഭൂപതേ രാജരാജേന്ദ്രപരജയ ജയ ഇത്തന്ത്രനെ സ്തുതിച്ചു നമസ്കരിച്ചു താനം ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും കിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രരെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രം സത്വരം കൈകൈ തന്നോട് ചോദിച്ചാൻ ദേവനാരി സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്താന്ന് മഹാരാജവല്ലവേ ചൊല്ലുകന്നോടെന്ന് കേട്ട് കൈകേയും ചൊല്ലി നാളാശു സുമന്ത്രനോടന്നേരം ധാത്രി പതീന്ദ്ര നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നത് കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞു തന്നെ ചിത്തത്തിൽ അസ്വസ്ഥതന്ത്രം ഭവിക്കയാൽ രാമരാമേതി രമേതി രപിക്കയും രാമനെ തന്നെ മനസ്സ് ചിന്തിക്കുകയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായിതു മന്നവൻ രാമനെ കാണാഞ്ഞ ദുഃഖം നൃപേന്ദ്രരാമനെ ചെന്ന് വരുത്തുക വൈകാതെ എന്നത് കേട്ട സുമന്ത്രനും ചൊല്ലിനാൽ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമാകർണ്യ ഞാനിഹ രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നത് കേട്ട് ഭൂപാലനും ചൊല്ലിനാൽ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനാവും നന്ദനൻ മുഖം വൈകാതെ കാണണമെന്നത് കേട്ട് സുമന്ത്രറിപ്പോയി ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിനാൽ താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെ എഴുന്നള്ളുക വേണം മന്ത്രിപ്പുരാഗ്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോട് കൂടവേ സൗമിത്രിയോടും കരേരിരതോപരി പ്രേമ വിവശനാം താതൻ മരുവീടും മന്ദിരച്ചെന്നു പിതാവിൽ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൽ രാമനെ ചെന്നടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിവനാശുസമുത്തായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്ത് ദുഃഖേന മോഹിച്ച് ഭൂമിയിൽ വീണിതു ഭൂവനം രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിവനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നോട് എടുത്താശ്ലേഷവും ചെയ്തു സാധനം തന്നെ മടിയിൽ കിടത്തിനാൽ നാരീ ജനങ്ങളത് കണ്ടോരനന്തരം ആരൂഢ ശോകവിലാപം തുടങ്ങിനാർ രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും കേതേന മന്ദിരം പൊക്കിത് സത്വരം ശ്രീരാമദേവനും ചോദിച്ചത് നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു മേരേ പർവ്വതനവരെന്നതു നേരം പറഞ്ഞതി കേകയപുത്രിയും കാരണം താത ദുഃഖത്തിന് നീ തന്നെ പാര സുഖം ദുഃഖമൂലല്ലോ നടാം ചേതസി നീ നിരൂപിക്കലെഴുതിനി താതന് ദുഃഖ നിവൃത്തി വരുത്തുവാൻ ഭർത്ത ദുഃഖോപശാന്തിക്ക് കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും സത്യവാതിശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞാക്കിയുടെ നീത ചിത്തഹിതം നൃപതീന്ദ്രൻ വീരണയം പുത്രരിൽ ജ്യേഷ്ഠനാകും നീയല്ലോ രണ്ടു പരമമ ദത്തമായിട്ടണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ട ചേതസ നിന്നാലെ സാധ്യമായുള്ള അന്നു രണ്ടു ഇന്നു തരണമെന്ന് അർത്ഥിക്കുകയും ചെയ്ത് നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ചു കിന്നനായി വന്നിതു താതനെന്നറിക നീ സത്യഭാഷേന സംബന്ധനം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ പുന്നാകമാകും നരകത്തിൽ നിന്നു തന്നെ താതനെ താണം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുത്ഭവൻ തത്വമെന്നറിക നീ മാതൃവചന ശൂലാഭിഹിതനായ മേദിനി ബാലകുമാരനാം രാമനും എത്രയുമേറ്റം വൃതിനായി ചൊല്ലിനാൽ ഇത്രയെല്ലാം പറയണമോ മാതാവേ താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവ് തന്നെയും സീരിയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനുള്ള സംശയം മാനസേ ഖേദിപ്പതിനില്ല എനിക്കേതും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കൽ രാജ്യമെന്നാരോ എന്നറിക നീ മാതാവേ ലക്ഷ്മണൻ തന്നെ ത്യജിക്കും ചൊല്ലുകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിച്ചറിക നീ പാപഗന്ധങ്ങൾ പതിക്കണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കലേതുമേ സംശയം ചേതസി ചെറ്റിൽ എനിക്കെന്നറിക നീ താതകാര്യമനാജ്ഞാപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനുത്തമൻ പിത്രാ നിയുക്തനായിട്ടു ചെയ്യുന്നവൻ
മധ്യമനായുള്ള പുത്രൻ എന്നറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വെച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനമിത്തരെല്ലാം പരിജ്ഞാതം മയാതുന ആകിയാൽ താതനിയോഗമനുഷ്ഠിപ്പാനാകുലമേതുമെനിക്കില്ല നിർണയം സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം അയോക്ത്യം മറിച്ചു രണ്ടായി വരാ രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയും രാമനോടാശു ചൊല്ലിയിടിനാൾ ആദരാൽ താതൻ തനിക്കഭിഷേകാർത്ഥമായുടനാദരാൽ സംഭരിച്ചോര സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാവരം പിന്നെയൊന്നുണ്ട് വേണ്ട, നീ 14 സംവത്സരം കാന്നെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടിത് നിയോഗിപ്പാൻ മടിയുണ്ടു. മന്നവൻ ഇന്നത് ദുഃഖമാകുന്നതും എന്നതോ കേട്ട ശ്രീരാമൻ ചൊല്ലാൽ ഇന്നതിനെന്തൊരു വൈഷമ്യമായത് ചെയ്ത അഭിഷേകം ഭരതൻ ഞാൻ വൈകാതെ പോവൻ വനത്തിന് മാതാവേ എന്ത് തന്നോട് ചൊല്ലാൻ പിതാവതി ചിന്തിച്ച് ദുഃഖിപ്പതിനെന്ത് കാരണം? രാജ്യത്തെ രക്ഷിപ്പതിന് മതിയവൻ രാജ്യം ഉപേക്ഷിപ്പതിന് ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിന് ഏറ്റവും എളുതല്ല. സ്നേഹമെന്നെക്കുറിച്ചേറും അമ്മയ്ക്കും ഈ ദേഹം മാത്രം ഭരിക്കുന്ന വിധിക്കയാൽ ആകാശഗംഗയെ പാതാള ലോകത്ത് വേഗേനെ കൊണ്ടു എന്നാക്കി ഭഗീരൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരവും തൃക്കനാട് യുവൻ രാധന തന്നോട് യൗവനം നൽകി ജരാനരിയും വാങ്ങി ദിവ്യന്മാരായി പിതൃപ്രസാദത്താൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു. നൽപിതാ ദുഃഖപ്പതിൽ അവകാശം. രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൽ ശ്രീജിതനായ അതികാമുകനായൊരു രാജ അധമനാകും എന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിനേതും അകപ്പെടാം, അല്ലായെങ്കിൽ എന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുദേ രാഘവ. പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിയാൽ ഹാ രാമ ഹാ ജഗന്നാഥ ഹാ ഹാ രാമ ഹാ രാമ ഹാ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവാസം ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന എന്നിത്തരം പലജാതി പറകയും കണ്ണുനീരോലവാർത്തു കരയുകയും നന്നായി മുറുകെ തഴുകിയും പിന്നെ ചുടുചുടെ ദീർഘമായി വീർക്കയും കിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചു രഘൂത്തമൻ ആശ്ലേഷ നീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൽ നയകോവിതെന്തതാ എന്തിനൻ താതൻ ഹൃദൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ തേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തി പോരായ്കയുമില്ലിത് രണ്ടിനും സോദരൻ നാടുഭരിച്ചിടുന്ന സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ ഓർക്കിലി രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മ മമ മാതാവെനിക്കു വിധിച്ചു നന്നല്ലോ. മാതാവും കൗസല്യ തന്നെ വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നെന്നരുൾ ചെയ്തു. ദേവനും മാതൃഗൃഹം ബുക്കതു നേരം ധാർമ്മികയാകിയ ജ്ഞാനാസുസമ്മത ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാദികൾ പുത്രാഭിധേയത്തിനായിക്കൊണ്ട് ചെയ്യിപ്പിച്ചു. വിത്തമതീവ ദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൊണ്ടങ്ങ് ഭഗവത്പാദാമൻ ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രയെയും കണ്ടിതല്ലോ. അന്തികെ ചെന്ന് കൗസല്യോടെ നേരെ സന്തോഷമോട് സുമിത്രവല്ലിയിടാൽ രാമനുപഗതനായത് കണ്ടിയിലെ ഭൂമി ബാലപ്രിയെ നോക്കിയിടുന്നപ്പോൾ വന്ദിച്ച് നിൽക്കുന്ന രാമകുമാരൻ മന്ദേതര മുറുകെ പുണർന്നിടുവാൻ പിന്നെ മടിയിലെടുത്ത് നെറുകയിൽ നന്നായി നുകർന്നു കുതൂഹലാൽ ഇന്ദീവരതളശ്യാമകളേവരം മന്ദം മന്ദം തലോടി പറഞ്ഞിടിനാൽ എന്തൻ മകനെ മുഖാമ്പുജം വാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കയോ വന്നിരു നേടുന്നു പൂജിപ്പതിനാശു നീ എന്ന് മാതാവ് പറഞ്ഞോരന്തരം വന്ന ശോകത്തെ അടക്കി രഘുവൻ തന്നെ മാതാവിനോടരളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ല അമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിന് പോകണം. മുൽപ്പാടുകേകെ പുത്രി അമ്മയ്ക്ക് മൽപിത 2 വരം കൊടുത്തിടിനാൽ ഒന്ന് ഭരതനെ വാഴിക്കുന്നതും പിന്നെ വരത്തിന് അയക്കുന്നതും മറ്റേതും അത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവാൻ. പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക. മാതാവും ശ്രീരാമവാക്യം കേട്ട് കൗസല്യപാലൻ മോഹിച്ചു വീണീടിനാൾ ആകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോട് ചൊല്ലിനാളിന്നു നീ കാനനത്തിന് പോയിടുകിൽ
എന്നെയും കൊണ്ടുപോകണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർദ്ധം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡതരാലയത്തിന് പോയിടുവൻ. പൈതലെ വേർവിട്ട് പോയ പശുവിനുള്ള ആദി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം വരെ നിന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം? എന്തു പിഴച്ചതു കൈകേയോട് നീ ചിന്തിക്കാ. ഭൂപനോടും കുമാരാബലാൽ താതനും ഞാനുമൊക്കും ഗുരുത്തം കൊണ്ടു ഖേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കൽ ഞാൻ പോകരുതെന്ന് ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ച് ഭൂപതി തന്നെ വാചാഗമിക്കുന്നാകിലോ ഞാനുവൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ. മാനവവംശ നിന്നെ മുടിഞ്ഞുവോം തത്ര കൗസല്യാവചനങ്ങളെ ചിത്തതാപേന കേട്ടൊരു സൗമിത്രിയും ശോകാരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിനാ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവന്ദൻ നോക്കി പറഞ്ഞിടുവാൻ. ആകുലമെന്തെന്നതു കാരണമുണ്ടാവാൻ പ്രാന്തചിത്തം ചിടംബതിവിധം ശാന്തേതരം ത്രപാഹീനം ശാപ്രിയം ബന്ധിച്ചു താതേനും. പിന്നെ ഞാൻ പരിപന്തികളായുള്ളവരെയുമൊക്കെ അന്തകൻ വീട്ടിൻ അഭിഷേക ഒരന്തരം കൂടാ സാധിച്ചു കൊള്ളുവാൻ ബന്ധമില്ലേതും ഈ ശോഭിപ്പതിന് അന്തർമുതാ വസിച്ചിടുക. മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിനുണ്ടെന്ന് നിർണയം കാര്യമല്ലാതെ ചെയ്യുന്നാകിലോ. ആചാര്യനും ശാസനം ചെയ്യുന്നവരു ഇത്തം പറഞ്ഞത് ലോകത്രയം തദ്ദൃഷാദഗ്ധമാത്മാവ് സൗമിത്യം നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെയ്തു നന്ദിച്ചോ ഗാഠമായ ആലിംഗനം ചെയ്തു. സുന്ദരൻ ഇന്ദിര മന്ദിര വത്സൻ ആനന്ദ സ്വരൂപൻ നിന്നിന്ദിരാ വിഗ്രഹൻ ഇന്ദീവരാഷ നിദ്രാദി വൃന്ദവന്ദാംഗ്രിയുഗ്മാരവിന്ദൻ പൂർണ്ണചന്ദ്രബിംബാന നിന്ദുചൂടപ്രിയൻ വൃന്ദാരുവന്ദമന്ദാരൂപമൻ. ഹരേ രാമ. ലക്ഷ്മണോപദേശം. വത്സ സൗമിത്രേ കുമാരനെ കേൾക്കണം. മത്സരാദി വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമെന്നിരിക്കുന്നു മുന്നമേ ഞാനോ നിന്നുള്ളിൽ അപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യം വരും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും. നിന്നാൽ അസാധ്യമായൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക് നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹായിയും വിശ്വവും നിഷേധ ധാന്യദാനാദിയും സത്യമെന്നാകിലേൻ പ്രയാസന്തവ യുക്ത മതല്ലായിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചലം വേഗേന നഷ്ടമായുസു മോർക്ക നീ. വഗ്നിസംതപ്ത ലോഹസ്താംബു ബിന്ദുനാസന്നിപം മർത്തജന്മൻ ക്ഷണഭങ്കുരം ചക്ഷുശ്രവളകളസ്ഥലം തർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ. കാലാഹിനാ പരിഗ്രസ്തമാ ലോകവും ആലോലചേസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിർത്താത്തകളത്രാദി സംഗമമെത്രയോ അല്പകാലസ്ഥിതമോർക്ക നീ. പാന്തർപ്പെരുവഴിയമ്പലം തന്നെ ഇളയെ താന്തരായി കൂടി വിയോഗം വരും പോലെ. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചല മാലയസംഗമം രശ്മിയുമസ്ഥിരയല്ലോ മനുഷ്യർക്ക്. നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ത സുഖം നൃണമൽപായുസം നിരൂപിക്കാൻ ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖി ഓർക്ക. ഗന്ധർവ നഗരസമമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചതു വേഗേന യാതപതിയിൽ മറഞ്ഞിത് സത്വരം. നിദ്രയും വന്യുദയ ശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരം. ഇത്തം അതിഭ്രമുള്ളോരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതിനില്ല കാലാന്തരം. ആയുസ്സു പോകുന്നേതറിയില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. വാർദ്ധക്യമോടും ചരാനരയും പൂണ്ടു തീർത്ഥമോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ ഓലോർത്തറിയുന്നില്ല മായാൽ വൈഭവം. ഇപ്പോൾ ഇത് പകൽ, പിൽപ്പാട് രാത്രിയും, പിൽപ്പാട് പിന്നെ പകലുമായി വരും. ഇപ്രകാരം നിരൂപിച്ച് മൂഢാത്മകൾ ചിൽ പുരുഷൻ ഗതിയേയും അറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങൾ കൊന്നുമോരായികയാൽ ആമകും പാമ്പു സമാനമായുസ്സുടൻ പോമതേതും ധരിക്കുന്നതെല്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാക്രിയെപ്പോലെ ജരയും മടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തം. അഹംബുദ്ധി കൊണ്ടു മോഹം കലർന്ന ജന്തുക്കൾ നിരൂപിക്കും. ബ്രഹ്മണോഹം നരേന്ദ്രാഹ മാഡ്യോഹമെന്നേടൃതം കലർന്നിടും ദശാന്തരി ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം. വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം.
മണ്ണിനു കീഴായി കൃമികളായി പോകിലം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ത്വങ്മാസരക്താസ്തിവിൻ മൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമാമി ഓരോ കായം വികാരിയായുള്ളോരിന്ന ധ്രുവം ദേഹാഭിമാന നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിച്ചതിന് നീ മാനനതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായികെന്നറിയ നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കെ ദേഹാഭിമാനാം രോഷേണ വന്നു ഭവിക്കുന്നോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാം അവിദ്യയാകുന്നു ദേഹമെല്ലോർക്കൽ ഞാനായത് ആത്മാവെന്നു മോഹികഹന്ത്രിയായുള്ള വിദ്യകൾ സംസാരകാരണിയായ അവധിയും സംസാരനാശനായത് വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകൽ വിദ്യാഭ്യാസം ഏകാന്ത ചേസാ ചെയ്യുക വേണ്ടുന്നതും തത്ര കാമക്രോധ ലോപമോഹാദികൾ ശത്രുക്കളാകുന്നറിക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറികടോ മാതാപിതൃഭാതൃമിത്രസഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നു നൽകുവാൻ ക്രോധം മൂലം മനസ്താവുണ്ടായി വരും ക്രോധം മൂലം നൃഢം സംസാരബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കണം ബുധജനം ക്രോധമല്ലോ യമനായത് നിർണയം വൈതരണ്യാഖ്യമാകുന്നു തൃഷ്ണയും സന്തോഷമാകുന്നു നന്ദനം വനം സന്തതം ശാന്തിയെ കാമസ്വരൂപികൾ കേൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ സന്താപമെന്നാലൊരു ജാതിയും വരാ ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലെ വസിപ്പതാത്മാവ് കേൾ ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഗനം സർവേ കാരണം സർവജഗന്മയം സർവൈകസാക്ഷം സർവജ്ഞമീശ്വരം സർവദാ ചേസി ഭാവിച്ചു കൊള്ളുക നീ സാരജ്ഞനായി നീ കേൾ സുഖദുഃഖം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായാചരിച്ചിടുകന്നേ വരും കർമ്മങ്ങൾ സംഘങ്ങളെന്നാകിലും കൂടാതെ കർമ്മഫലങ്ങളെ കാംക്ഷിയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചീവണ്ണം പരബ്രഹ്മണി നിത്യയെ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ചുതൽ ജ്ഞാനസ്വരൂപം വിചാരിച്ച് സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ വന്നാശു കളങ്കനീ മാനമല്ലോ പരമാപദാമാസ്പദം സൗമിത്രി തന്നോടി വണ്ണമരുചു സൗമുഖ്യമോടു മാതാവോട് ചൊല്ലിനാൽ കേൾക്കേണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുലേതും വിഷാദമുണ്ടാകേൽ ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത് ആത്മാവിനെന്നറിയാതവനെപ്പോലെ സർവ്വലോകങ്ങളിലും വസിച്ചിടുന്ന സർവ്വജനങ്ങളും തങ്ങളിൽ സർവദാ കുടിവാഴുകെന്നുള്ളതില്ലല്ലോ സർവജ്ഞനല്ലോ ജനനീ കേവലം ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ട് ഞാൻ ദുഃഖങ്ങളെല്ലാം അകലക്കളഞ്ഞുടൻ ഉൾക്കാമ്പിനോട് അനുഗ്രഹിച്ചീരണം ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഓം കായേന വാച മനസേന്ദ്രവ്യ ബുദ്ധ്യാത്മാ പ്രകൃതോ സ്വൽപരോധ്യസ്യ സകലം പരസ്മൈ നാരായണേതി സമർപ്പയാമി ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത്യന്യായനെ മാർഗണ മഹിമഹീഷാ ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം ലോകാസമസ്താ സുഖിനോ ഭവന്തു കാലേ വർഷതു പർജന്യം പൃഥ്വീ സസ്യശാലിനീ ദേശോയം ശോഭിരത ബ്രഹ്മണോസ്തു നിർഭയം സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു സർവേഷാം മംഗളം ഭവതു ഹരി ഓം നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ 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 ഹരേ 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 രാമ 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 ഹരേ രാമ നാരായണ നാരായണ നാരായണ